സായി അഥവാ സീക്രട്ട് ഏജന്റ് ബിഗ് ബോസ് മലയാളം സീസൺ 6 കണ്ടസ്റ്റന്റ് ആയിട്ട് സീക്രട്ട് ഏജന്റ് വരുന്ന സമയത്ത് ഒരുപാട് പ്രതീക്ഷകൾ എല്ലാവർക്കും ഉണ്ടായിരിക്കും. അതായത് സീക്രട്ട് ഏജന്റിന്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം, നിഷ്പക്ഷമായിട്ട് അഭിപ്രായങ്ങൾ പറയുന്നതും അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ തുറന്നടിച്ച് പറയുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സോ ബിഗ് ബോസ് ഹൗസിൽ കയറുന്നതിന് മുമ്പുള്ള ആ ഒരു പ്രോമോ വീഡിയോയിലും സായി പറയുന്നത് നിങ്ങൾ കാണുന്നത് ഇനി സീക്രട്ട് ഏജന്റിനെ അല്ല, സായി കൃഷ്ണൻ എങ്ങനെയാണ് അതായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത് ഒക്കെ പറഞ്ഞെങ്കിലും എല്ലാവർക്കും സായി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സീക്രട്ട് ഏജന്റ് അതന്നെ നിഷ്പക്ഷത, അതുപോലെ തന്നെ അഭിപ്രായം കൃത്യമായിട്ട് പറയുക, തുറന്നടിച്ച് പറയുക, ആരെയും പേടിയില്ലാത്ത ആ ഒരു രീതിയിലൊക്കെ നമ്മൾ വിലയിരുത്തിയിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ തന്നെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഗെയിമിനെ പറ്റി നല്ല ധാരണയുള്ള ഒരു വ്യക്തിയും കൂടിയായിരിക്കും ആര് സായി. ബിക്കോസ് എല്ലാ എപ്പിസോഡും റിവ്യൂ ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പം അവിടുത്തെ റൂൾസും കാര്യങ്ങളൊക്കെ മീൻസ് നമ്മൾ ആ ഒരു ബിഗ് ബോസ് കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവേണ്ടതാണ്. പക്ഷേ ഇതിനെല്ലാം ഒരു നേരെ വിപരീതം എന്നുള്ള രീതിയിലാണ് അതായത് സായിയുടെ ഒരു പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ജാസ്മിനോട് പുറത്തെ കാര്യങ്ങൾ ഇപ്പൊ വൈൽഡ് കാർഡായിട്ട് വരുന്നവർ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു ബേസിക് എന്ന് പറയുന്നത് പുറത്തെ കാര്യങ്ങൾ പറയാതിരിക്കുക, അവർക്ക് ആ ഒരു ക്യൂരിയോസിറ്റി നിലനിർത്തിക്കൊണ്ടിരിക്കുക. ഇപ്പൊ നെഗറ്റീവ് ഇമേജ് ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒരു ഹിന്റും കാര്യങ്ങളും കൊടുത്ത് ജസ്റ്റ് എന്താക്കുക ആ ഒരു കാര്യം അവരെ ധരിപ്പിക്കുക, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ. ഇതിപ്പം ഡയറക്റ്റ്ലി അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ മീൻസ് ഒരു വൈൽഡ് കാർഡ് വരുന്നത് എന്തിനാണ്, അവരെ മെന്റലി തകർക്കാൻ അത് ചിലപ്പോൾ സഹായിച്ചേക്കാം. പക്ഷെ എന്നാൽ കൂടിയും മീൻസ് ഇത് പുറത്തുനിന്ന് ആൾക്കാർ ഇപ്പം ഒരു കാര്യം പ്രതീക്ഷിച്ചിട്ടൊക്കെ ആയിരിക്കും, ഇപ്പം സായി പോകുമ്പോൾ ഒരു കാര്യമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടാവും, അപ്പോൾ തെറ്റുകൾ ചൂണ്ടിക്കാട്ടുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പക്ഷെ ഇത് നേരെ ഉൾട്ടയായിട്ട് വരുമ്പം പലർക്കും അത് ദഹിക്കില്ല. അത് തന്നെയാണ് നമ്മൾ സീക്രട്ട് ഏജന്റ് ബിഗ് ബോസിൽ പോയതിനു ശേഷമുള്ള കമന്റ് ബോക്സിലും കാര്യങ്ങളുള്ളത്. പക്ഷെ ഇത് മാത്രമല്ല, ഇപ്പൊ ബിഗ് ബോസിന്റെ റൂൾസിന് എഗെയിൻസ്റ്റ് ആയതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഇപ്പം സായിക്ക് താക്കീത് കൊടുത്തിരിക്കുകയാണ്, അവസാന വാണിംഗ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സോ ബിഗ് ബോസിന്റെ ഒരു അവസാന വാണിംഗ് കാര്യങ്ങളൊക്കെ കിട്ടുക എന്ന് പറയുമ്പോൾ നമുക്ക് ഇറങ്ങി ബിഗ് ബോസിൽ കളിക്കാൻ ഭയങ്കര പാടായിരിക്കും ഇനി. അതായത് ഇപ്പം നമ്മൾ കച്ചറ കൂടി ഇതാക്കി നമുക്കൊരു വാണിംഗ് കിട്ടുമെന്ന് പറയുമ്പോൾ അത് ഫസ്റ്റ് വാണിംഗ് മീൻസ് ഒരു വാണിംഗ് അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ഒരു സംഭവം അതൊക്കെ നൈസായിട്ട് നമുക്ക് പോകാൻ പറ്റും. പക്ഷേ ഈ ലാസ്റ്റ് വാണിംഗ് എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് ഒരു വാണിംഗ് തരികയാണെങ്കിൽ ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രഷർ കുക്കർ സിനാരിയോയിൽ നിൽക്കുന്ന ആൾക്കാരെന്നാണല്ലോ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിൽ. അപ്പം ഈ ഒരു പ്രഷർ കുക്കർ സിനാരിയോയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെയുള്ള വാണിംഗ് കിട്ടുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു മൊമെന്റിൽ നമ്മുടെ പ്രഷർ കുക്കർ പൊട്ടിത്തെറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചിലപ്പം ഈ അവസാന വാണിംഗ് കഴിഞ്ഞുകൊണ്ട് ഡയറക്റ്റ്ലി അവരെ എലിമിനേറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇപ്പം തന്നെ ഷോയുടെ ഒരു പോക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം അതായത് ഈ ഒരു 30ാമത്തെ ദിവസം അവിടെ ആൾക്കാർ കൂടുതലാണ്. അതായത് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ആൾക്കാർ ഇപ്പോൾ അവിടെ ഉണ്ട്. അപ്പം മാക്സിമം ആൾക്കാരെ പുറത്താക്കണം എന്നുള്ളൊരു രീതി തന്നെയായിരിക്കും. ഈ വരുന്ന വീക്കിൽ ചിലപ്പം ഡബിൾ എവിക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി സിജോ കൂടി ഉള്ളിൽ കയറുകയാണെങ്കിൽ 20 പേര് എന്നുള്ള രീതിയിലേക്ക് പോകും. അപ്പൊ ഈ ആഴ്ച 2 പേരെ പുറത്താക്കി മീൻസ് ആ ഒരു രീതിയിൽ കീപ്പ് ചെയ്യാനായിരിക്കും ശ്രമിക്കുക. അങ്ങനെയുള്ള സമയത്ത് ഇപ്പം നമ്മുടെ അഭിഷേക് ശ്രീകുമാറും ജയ്ദീപും തമ്മിലുള്ള പ്രശ്നം അത് ഭയങ്കര വലിയ പ്രശ്നമായിട്ട് പുറത്തു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരും മീൻസ് ഏത് നിമിഷവും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അതായത് ഇവരെ പുറത്താക്കാനുള്ള സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നുള്ളൊരു സംഭവമാണ്. അതായത് നിങ്ങൾ ബിഗ് ബോസ് ഷോയിൽ തന്നെ അടിയിൽ ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട്, ഇവിടെ ഓരോ കണ്ടസ്റ്റൻസ് പറയുന്നതും അവരവരുടെ സ്വന്തം അഭിപ്രായം മാത്രമാണ്, ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയ്ക്ക് ഇതിനകത്ത് ഒരു പങ്കും ഇല്ല എന്നുള്ള രീതിയിൽ. അപ്പം അത്രത്തോളമൊക്കെ എഴുതി കാണിച്ച് അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അത് വേറൊരു ടോപ്പിക് അല്ലെങ്കിൽ വേറൊരു രീതിയിലുള്ള ടോക്കുകളും കാര്യങ്ങളുമായിട്ടാണ് ഈ ഒരു സംഭവം പോകുന്നത്. അപ്പം ഇപ്പൊ നമ്മൾ കണ്ടുവരുന്ന ആ ഒരു സിനാരിയോ വെച്ച് നോക്കുകയാണെങ്കിൽ സായിയുടെ കാര്യം, സായി ഇതുവരെ ഗെയിമിലേക്ക് ഇറങ്ങി കളിച്ചിട്ടില്ല എന്നാണ് ഇതുവരെ, അതായത് 2 ദിവസമേ ആയിട്ടുള്ളൂ, 2-3 ദിവസമേ ആയിട്ടുള്ളൂ, അവർക്ക് ഇറങ്ങി കളിക്കാനുള്ള ഒരു ടൈം പോലും കിട്ടിയില്ല. പക്ഷെ എന്തിനു വേണ്ടി ഈ പുറത്തെ കാര്യങ്ങളൊക്കെ പറയുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഇതിപ്പോൾ ബിഗ് ബോസ് അവസാന വാണിംഗും കൂടി കൊടുത്തുകൊണ്ട് ഇപ്രാവശ്യത്തെ ജയിൽ നോമിനേഷനിൽ സായി വരാനുള്ള എല്ലാ ചാൻസും നിങ്ങൾക്ക് മനസ്സിലാക്കി കാണും. ഒന്നാമത് ജാസ്മിന് സായി വന്നത് തന്നെ പിടിച്ചിട്ടില്ല, അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഓരോന്നിലും സായിയെ ടാർഗറ്റ് ചെയ്യുന്ന ജാസ്മിനെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പം ഓരോ എലമെന്റിലും ഇനിയിപ്പം ജയിൽ നോമിനേഷനിൽ എന്തായാലും സായിയുടെ പേര് പറയാൻ സാധ്യതയുണ്ട്. ഇപ്പം പവർ ടീമിന് ഒരാളെ ഡയറക്റ്റ് ജയിലിലേക്ക് അയക്കാൻ പറ്റും. അങ്ങനെ നോക്കുകയാണെങ്കിൽ അതിലൊരു സാധ്യതകളുള്ളത് സായിക്കാണ് സാധ്യതയുള്ളത്, പിന്നെ അൻസിബയ്ക്കാണുള്ളത്. അൻസിബ ഇന്നത്തെ ആ ഒരു പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് അപ്സര ചിലപ്പോൾ അൻസിബയുടെ പേര് പറയാനുള്ള സാധ്യതകൾ. സോ ഇത് വളരെ അതായത് സായി ബിഗ് ബോസ് ഒക്കെ കണ്ടുപോയിട്ട്, അതായത് നമ്മുടെ സീക്രട്ട് ഏജന്റ് ബിഗ് ബോസ് ഒക്കെ കണ്ടുപോയിട്ട് ഇങ്ങനെ മീൻസ് ഇത് ഈ ഒരു എക്സ്പെക്ടേഷൻ ആയിരുന്നില്ല. പിന്നെ നമുക്കറിയാം ഈ ക്യാമറയുടെ മുന്നിലും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായി വരാൻ എന്തായാലും ഒരു 3-4 ദിവസം പിടിക്കും. ബാക്കിയുള്ളവരൊക്കെ ക്യാമറ ഫേസ് ചെയ്ത് ശീലമുള്ള ആൾക്കാരാണ്. പക്ഷേ സായിയെ സംബന്ധിച്ചിടത്തോളം ക്യാമറ ഫേസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് നമ്മൾ ഈ 2
അതായത് ക്യാമറയും വ്യക്തിയും എന്നുള്ള രീതിയിലുള്ള ഒരു ഇന്റർഫിയറൻസ്, അവിടെ അഭിനയവും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ബാക്കിയുള്ളവർക്ക് ക്യാമറ ഉണ്ട് എന്നുള്ള ആ ഒരു സംഭവം ഇത് ഫിയർ ഉണ്ട് എന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത്. നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്, നൈസായിട്ട് കളിക്കുന്നുണ്ട്. പക്ഷെ ഈ രീതിയിൽ പുറത്തെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോയാൽ, അറിയാതെ പറഞ്ഞു പോയാൽ ബിഗ് ബോസ് ഷോയിൽ നിന്ന് പുറത്താവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ലാലേട്ടൻ പറയും, മോനെ എൻ്റെ അടുത്തേക്ക് വരാം, ഇനി മോൻ അവിടെ നിന്നാ കാര്യമില്ല. ഇപ്പൊ എന്തോ വേറൊരു ഇഷ്യൂ കൂടി, ജാസ്മിന്റെ കത്ത് കിട്ടി എന്നുള്ള ഇഷ്യൂ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി എന്ത് കത്ത് കിട്ടാൻ എല്ലാ കാര്യങ്ങളും ജാസ്മിൻ അറിഞ്ഞു കഴിഞ്ഞില്ലേ. സോ എന്തായാലും സൈ അവസാന വാണിംഗ് ഇട്ടിരിക്കുകയാണ്, പുറത്ത് പോകരുത് എന്ന് നമുക്ക് പ്രത്യാശിക്കാം. മീൻസ് ഒരു ഗെയിം കാണാനുള്ള ആകാംക്ഷയുണ്ട്. പലരുടെയും ഗെയിം കാണാൻ പറ്റില്ല. ഇപ്പൊ രതീഷ് ബ്രോന്റെ ആണെങ്കിലും ഒന്നാമത്തെ ദിവസം തൊട്ട് 7 ദിവസത്തെ ഗെയിം കണ്ടു, ആ ഗെയിമിൽ കംപ്ലീറ്റ്ലി തീർന്ന പോലെ ഫീൽ ചെയ്തു. സോ അങ്ങനെ, അതായത് റോക്കിയുടെ ആയാലും. അപ്പം അങ്ങനെ പുറത്താവരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സോ നിങ്ങൾക്ക് സായിയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ. അതുവരയ്ക്കും ബൈ ഗൈസ്.